സോ നമ്മൾ ഈ ഒരു സെഷനിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് MBA സെക്കൻഡ് ഇയറിന്റെ സിലബസ് റെക്കോർഡിംഗ് ആണ്. സോ എൻ്റെ പേര് ദർശന, ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റിലെ മെന്ററാണ്. എൻ്റെ ഒപ്പം വാണി മാമും അതേപോലെ തന്നെ ഷാലു മാം അതേപോലെ സുഹറ മാം ഉണ്ട്. അപ്പം ഈ ഒരു സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ഈ ഒരു സെക്കൻഡ് ഇയറിൽ നമുക്ക് കവർ ചെയ്യാനുള്ള പേപ്പേഴ്സ് ആണ്. MMPC 015, അതായത് നമ്മുടെ കോഴ്സ് കോഡാണ് ഈ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ നമ്മൾ കോഴ്സിന്റെ പേരുണ്ട്, പിന്നെ അതേപോലെ അവൈലബിലിറ്റി എന്ന് പറയുമ്പം ഈ പറഞ്ഞിട്ടുള്ള കോഴ്സിന്റെ എന്തൊക്കെ കാര്യങ്ങൾ, അതായത് കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ലേൺവൈസിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താ പറയുക കോഴ്സിന്റെ കാര്യങ്ങളാണ് അവിടെ ഫുള്ളി അവൈലബിൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ക്രെഡിറ്റ്സ് കാണാം, കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പേപ്പറിന്റെയും ക്രെഡിറ്റ്സ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് റിസർച്ച് മെത്തഡോളജി ഫോർ മാനേജ്മെന്റ് ഡിസിഷൻസ് ആണ്. ഈ പറയുന്നത് ഒരു കോർ പേപ്പർ ആണ്. പിന്നെ വരുന്നത് MMPC 016 ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്, അതും ഒരു കോർ പേപ്പർ തന്നെയാണ്. പിന്നെ നമുക്കുള്ളത് അഡ്വാൻസ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, വീണ്ടും ഒരു കോർ പേപ്പർ ആണ്. ദെൻ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ട്, കോർ പേപ്പർ തന്നെയാണ്. അതേപോലെ MMPC 019 ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ദെൻ MMPC 020 ബിസിനസ് എത്തിക്സ് ആൻഡ് CSR. ഓക്കെ, ഇനി പറയുന്ന MMPP 001 എന്ന് പറയുന്നത് പ്രൊജക്ട് കോഴ്സ് ആണ്. അത് ഏത് എലക്റ്റീവ് എടുത്ത ഒരാളും ചെയ്യേണ്ടതാണ്. ആൻഡ് അതിന്റെ ക്രെഡിറ്റ് നോക്കുക, 8 ക്രെഡിറ്റ്സ് ആണ്. അപ്പം അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. ഓക്കെ, പിന്നീട് പറയുന്ന സബ്ജക്ട്സ് ഒക്കെ ഫിനാൻസ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ സ്റ്റുഡൻസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. നമുക്ക് അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് കാണാം, MBA FM, അതായത് FM എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്റ്റുഡൻസിന്റെ എലക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ്. പിന്നെ MMPF 002 ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസിംഗ് ഡിസിഷൻ ഉണ്ട്. മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റംസ്, മാനേജ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്, അതേപോലെ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഓഫ് ഇൻഷുറൻസ് സർവീസസ്, ഇക്വിറ്റി മാർക്കറ്റ്സ്. അപ്പൊ ഇത്രയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ലേണേഴ്സിന്റെ എലക്റ്റീവ് പേപ്പേഴ്സിന്റെ ഗ്രൂപ്പിൽ വരുന്നത്. ഇനി നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് സ്റ്റുഡൻസിന്റെ പേപ്പേഴ്സ് ഏതൊക്കെ എലക്റ്റീവ്സ് വരുന്നത് നോക്കാം. കൺസ്യൂമർ ബിഹേവിയർ, അതേപോലെ സെയിൽസ് മാനേജ്മെന്റ്, പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് ഓഫ് സർവീസസ് ഉണ്ട്, ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് റിസർച്ച്, ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, റീറ്റെയിൽ മാനേജ്മെന്റ്, റൂറൽ മാർക്കറ്റിംഗ്. ഓക്കെ, അതുവരെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് റിലേറ്റഡ് പേപ്പേഴ്സ് ആണ്. പിന്നീട് വരുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷൻ ആയിട്ട് എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ ആണ്. ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ഡിസൈൻ, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയ്മെന്റ് റിലേഷൻസ്, കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ്സ് മാനേജ്മെന്റ്, ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ചേഞ്ച്, ഓർഗനൈസേഷണൽ ഡൈനാമിക്സ്, ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിംഗ്. ഓക്കെ, ജസ്റ്റ് ഈ പേപ്പറിന്റെ പേരുകളൊന്നും അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. പിന്നെ നമുക്കുള്ളത് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷൻ ആയിട്ട് വരുന്നവരുടെ എലക്റ്റീവ് പേപ്പേഴ്സ് ആണ്. ഓപ്പറേഷൻ റിസർച്ച് ഉണ്ട്, പ്രോജക്ട് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഉണ്ട്, ദെൻ ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, മെയിൻ്റനൻസ് മാനേജ്മെന്റ്. ഓക്കെ, പിന്നെ വരുന്ന കേസസ് എന്ന് പറയുന്നത്, പിന്നെ വരുന്ന കോഴ്സിന്റെ ഡീറ്റെയിൽസ്, ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷൻ ആയിട്ട് എടുത്തിട്ടുള്ള ലേണേഴ്സിൻ്റെതാണ്. ഹോസ്പിറ്റൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് സർവീസസ്, സപ്പോർട്ട് ആൻഡ് യൂട്ടിലിറ്റി സർവീസസ് തിയറി, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ആൻഡ് ഓവർവ്യൂ, ഹെൽത്ത് എക്കണോമിക്സ്, ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, legal and ethical aspects in healthcare management, emerging issues in healthcare management. ഓക്കെ, ഇനി ഇത് കൂടാതെ നമുക്കൊരു പ്രാക്ടിക്കം വരുന്നുണ്ട്, അതായത് MHHL 020 പ്രാക്ടിക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റ്സ് നോക്കണം, 6 ക്രെഡിറ്റ്സ് ആണ്. ഇത്രയും പറഞ്ഞ പേപ്പേഴ്സിന് 4 ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്, പക്ഷെ പ്രാക്ടിക്കത്തിന്റെ ക്രെഡിറ്റ് വരുന്നത് 6 ആണ്. അതേപോലെ ഇന്റേൺഷിപ്പിന്റെ ക്രെഡിറ്റ്സ് വരുന്നത് 8 ആണ്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കാം. സോ പറഞ്ഞ പോലെ തന്നെ 4 കോർ പേപ്പേഴ്സ് ആണ്. ഫസ്റ്റ് വൺ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, പിന്നെ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള കോർ ഏരിയാസ്. ഇനി നമുക്ക് ഈ ഓരോ സബ്ജക്റ്റിലും, അതായത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സസ് ഒക്കെ ആപ്പിൽ അവൈലബിൾ ആണ്. എന്നാൽ നമുക്ക് ഈ ഓരോരോ കോഴ്സിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് MMPC 015 റിസർച്ച് മെത്തഡോളജി ഫോർ മാനേജ്മെന്റ് ഡിസിഷൻസ് ആണ്. നമുക്കറിയുന്ന പോലെ ഈ ഒരു പേപ്പറിൽ 4 ബ്ലോക്സ് ഉണ്ട്. ബ്ലോക്ക് 1ൽ 3 യൂണിറ്റ്സ് ആണ്. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ റിസർച്ച് മെത്തഡോളജി ആൻഡ് ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് എന്താണ് റിസർച്ച് മെത്തഡോളജി തുടങ്ങിയ കാര്യങ്ങളാണ് ഒന്ന് നോക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കും. സ്റ്റെപ്സ് ഫോർ റിസർച്ച് പ്രോസസ്,
പിന്നെ യൂണിറ്റ് 3 റിസർച്ച് ഡിസൈൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ നമ്മൾ ആദ്യം റിസർച്ച് മെത്തഡോളജിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ബ്ലോക്ക് 2 ബേസിക്കലി ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷൻ ആൻഡ് മെഷർമെന്റ് ആണ്. അതിൽ നമുക്ക് വീണ്ടും വരുന്ന യൂണിറ്റ്സ് യൂണിറ്റ് നമ്പർ 4 മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, ദെൻ യൂണിറ്റ് 5 ആറ്റിറ്റ്യൂഡ് മെഷർമെന്റ് ആൻഡ് സ്കെയിൽ ഉണ്ട്. യൂണിറ്റ് 6 ക്വസ്റ്റ്യനർ ഡിസൈനിങ്ങിന്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. യൂണിറ്റ് 7 സാമ്പിളിംഗ് ആൻഡ് സാമ്പിളിംഗ് ഡിസൈൻസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ നമ്മൾ ഡാറ്റ പ്രസന്റേഷൻ ആൻഡ് അനാലിസിസ് ആണ് അവിടെ ഫോക്കസ് ചെയ്യുന്ന ഏരിയ. അതിൽ യൂണിറ്റ് 8 ആയിട്ട് ഡാറ്റ പ്രോസസ്സിംഗ്, അതേപോലെ യൂണിറ്റ് 9 സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, നോൺ പാരാമെട്രിക് ആണ്, അതൊന്ന് ഓർത്ത് വെക്കണം. ഇനി യൂണിറ്റ് 10 വരുമ്പോൾ മൾട്ടിവാരിയേറ്റ് അനാലിസിസ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ മൾട്ടിവാരിയേറ്റ് അനാലിസിസ് ഓഫ് ഡാറ്റ ആണ് അവിടെ പഠിക്കുന്നത്. ഇനി നമ്മൾ ഈ പ്രോസസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത്? റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ ആണ്. അപ്പോൾ ബ്ലോക്ക് 4 ആ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. നമ്മൾ റിപ്പോർട്ട് എഴുതുമ്പോൾ ഫോളോ ചെയ്യേണ്ട അല്ലെങ്കിൽ റിസർച്ചിൽ ഫോളോ ചെയ്യേണ്ട എത്തിക്സ് ഉണ്ട്. അപ്പോൾ യൂണിറ്റ് 11 എത്തിക്സ് ഇൻ റിസർച്ച്, അതേപോലെ സബ്സ്റ്റൻസ് ഓഫ് റിപ്പോർട്ട്സ്. ദെൻ യൂണിറ്റ് 13 ഫോർമാറ്റ്സ് ഓഫ് റിപ്പോർട്ട്സ്. വെറുതെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആവില്ല, അതിന്റെ കറക്റ്റ് ഫോർമാറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് യൂണിറ്റ് 13 ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി പ്രസന്റേഷൻ ഓഫ് എ റിപ്പോർട്ട്. ഇപ്പോൾ റിസർച്ച് മെത്തഡോളജി ഫോർ മാനേജ്മെന്റ് ഡിസിഷനിൽ ഈ പറഞ്ഞിട്ടുള്ള ലെസൺസ് ആണ് നമ്മൾ മെയിൻലി പഠിക്കുന്നത്. അതിനുശേഷം വരുന്ന പേപ്പറാണ് MMPC 016 ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്. അവിടെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇൻട്രൊഡക്ഷൻ കാണാം. അതായത് ബ്ലോക്ക് 1 ആയിട്ട് ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനാഷണൽ ബിസിനസ് ഉണ്ട്. അതിൽ വീണ്ടും 3 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഡൈനാമിക്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്, പിന്നെ യൂണിറ്റ് 2 ഗ്ലോബലൈസേഷൻ ആൻഡ് ഇവോൾവിംഗ് പാരാഡിം, അതേപോലെ യൂണിറ്റ് 3 വരുമ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഓവർവ്യൂ. ബേസിക്കലി അവിടെ വരുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് നമ്മൾ പഠിക്കുന്നതിന്റെ മുന്നേ ഉള്ള ഒരു ഓവർവ്യൂ ആണ് ആ ഒരു ബ്ലോക്കിൽ പറയുന്നത്. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് ആണ് അവിടുത്തെ മെയിൻ ഫോക്കസ്. അതിൽ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രേഡ് തിയറീസ് നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡിഫറെന്റ് എഗ്രിമെന്റ്സ് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ റീജിയണൽ ട്രേഡ് ബ്ലോക്സിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കുന്നുണ്ട്. ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ സ്ട്രാറ്റജീസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. അപ്പൊ അവിടെ നമുക്കറിയാം പല കൈൻഡ്സ് ഓഫ് ഇന്റർനാഷണൽ എൻട്രി സ്ട്രാറ്റജീസ് ഉണ്ട്. യൂണിറ്റ് 7 ആ കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ദെൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്, യൂണിറ്റ് 9 സ്ട്രാറ്റജിക് അലയൻസസിനെ പറ്റിയിട്ടും പഠിക്കാനുണ്ട്. ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് ഫംഗ്ഷൻസ് ആണ്. യൂണിറ്റ് 10 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ്, യൂണിറ്റ് 11 ഇന്റർനാഷണൽ ഫിനാൻസ്, ദെൻ ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫൈനലി ഇന്റർനാഷണൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇപ്പം ഓവറോൾ ആയിട്ട് ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സിലെ കാര്യങ്ങളാണ് ഇപ്പം നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞു. പ്രോജക്റ്റിന് 8 ക്രെഡിറ്റ് ആണ്. ദെൻ അതിൽ നമ്മൾ സിനോപ്സിസ് സബ്മിഷന്റെ കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ എന്താ പറയുക റെസ്പെക്റ്റീവ് ആയിട്ടുള്ള റീജിയണൽ സെന്ററിന്റെ അഡ്രസ്സിന് നമ്മൾ ആ ഒരു സൈറ്റ് ത്രൂ നമുക്ക് കിട്ടും. അപ്പം ഈ പറഞ്ഞ രീതിയിൽ അതായത് പ്രോജക്റ്റിൻ്റെ ആക്ച്വലി ക്രെഡിറ്റ് 8 ആയതുകൊണ്ട് തന്നെ നമ്മൾ അത് പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ 2 കോഴ്സസ് പഠിക്കുന്നതിന് തുല്യമാണ് ഈ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ജസ്റ്റ് ഒന്ന് നമ്മളെ പ്രോജക്റ്റ് രജിസ്ട്രേഷന്റെ എന്താ പറയുക ഫീ പറയുന്നുണ്ട്. 500 rupees പെർ കോഴ്സ് ആണ് ആ ഒരു പ്രോജക്ട് രജിസ്ട്രേഷന്റെ ഫീ ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗൈഡ് ലൈൻസിൽ MMPP 001 8 ക്രെഡിറ്റ്സിന്റെ ഒരു കോഴ്സ് ആയതുകൊണ്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആ ഒരു പ്രോജക്ട് സബ്മിഷൻ ഉണ്ട്. ഇനി ഇതിൽ നമുക്ക് 2 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിനോപ്സിസ് സബ്മിഷൻ ആൻഡ് ഇവാലുവേഷൻ പ്രോസസ് ആണ്. ദെൻ കംസ് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിഷൻ. അപ്പൊ നമ്മളൊരു പ്രോജക്റ്റിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്യണം. പിന്നെ പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡിന്റെ ആ ഒരു ഗൈഡൻസിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിപ്പയർ ചെയ്തതിനു ശേഷം നമ്മൾ അത് പ്രോപ്പർലി സബ്മിറ്റ് ചെയ്യും. ദെൻ സബ്മിഷന് ശേഷം ആ സിനോപ്സിസിന്റെ ഇവാലുവേഷൻ നടക്കും. അതിനുശേഷം നമുക്ക് ആ ഒരു സബ്മിറ്റ് ചെയ്തതിന്റെ ബേസ് ചെയ്തിട്ട് ഒരു ഫീഡ്ബാക്ക് നമുക്ക് റിസീവ് ചെയ്യും. ദെൻ നമ്മൾ ആ ഒരു സിനോപ്സിസ് അതായത് ഇപ്പം എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ അതിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് റീസബ്മിറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിഷൻ ആണ്. അപ്പൊ നമ്മൾ ഈ സിനോപ്സിസിന്റെ ബേസിൽ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പ്രോപ്പർ ആയിട്ട് ഒരു പ്രോജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പൊ അതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നോക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ട് സെന്റേഴ്സ് വൈവ എക്സാംസ് വെക്കാറുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്യാൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ആ ഒരു രീതിയിൽ തന്നെ ഇമ്പോർട്ടൻസ് തന്നെ പ്രോജക്റ്റിനെ കാണാം. ഓക്കെ, നെക്സ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് MMPC 017 അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആണ്.
അവിടെ ബ്ലോക്ക് 1, 2, 3, 4 4 ബ്ലോക്സിന്റെ ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ടു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ഉണ്ട്, അതേപോലെ തന്നെ കോർപ്പറേറ്റ് ലെവൽ ഗ്രോത്ത് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നാണ് ബ്ലോക്ക് 2 നോക്കുന്നത്. ബ്ലോക്ക് 3ലേക്ക് വരുമ്പോൾ ഇന്റർനാഷണൽ സ്ട്രാറ്റജിയാണ്. അതേപോലെ ബ്ലോക്ക് 4ലേക്ക് സ്ട്രാറ്റജിക് എനേബിളേഴ്സ് എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് നമ്മൾ അവിടെ കവർ ചെയ്യുന്നത്. ഇനി ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഓരോ ബ്ലോക്സിലും വരുന്ന യൂണിറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. യൂണിറ്റ് 1 എന്ന് പറയുന്നത് കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആൻഡ് ഓവർവ്യൂ, ദെൻ കോർപ്പറേറ്റ് പോളിസി ആണ് യൂണിറ്റ് 2. യൂണിറ്റ് 3 നമ്മൾ നോക്കുന്നത് ഇന്റൻസീവ് ഗ്രോത്ത് സ്ട്രാറ്റജീസ് ആണ്. യൂണിറ്റ് 4 ഇന്റഗ്രേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഗ്രോത്ത് സ്ട്രാറ്റജീസ് ഉണ്ട്. അതേപോലെ യൂണിറ്റ് 5 സ്ട്രാറ്റജിക് അലയൻസസ് ഉണ്ട്. ഓക്കെ, ഇനി ബ്ലോക്ക് 3 വരുമ്പോൾ ഇന്റർനാഷണൽ സ്ട്രാറ്റജിയിൽ യൂണിറ്റ് 6 ആയിട്ട് ഇന്റർനാഷണലൈസേഷൻ പ്രോസസ്, യൂണിറ്റ് 7 ഇവാലുവേഷൻ ഓഫ് മാർക്കറ്റ് റിസ്ക് അസസ്മെന്റ്, യൂണിറ്റ് 8 എൻട്രി ഇൻ ടു ദി ഇന്റർനാഷണൽ മാർക്കറ്റ്സ്. അപ്പൊ അവിടെ ആക്ച്വലി ആ ഒരു ഇന്റർനാഷണൽ സ്ട്രാറ്റജീസ് ആണ് എല്ലാ യൂണിറ്റ്സിന്റെ ഒരു കോർ തീം എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ നമ്മൾ യൂണിറ്റ് 9 IT ആൻഡ് സ്ട്രാറ്റജി പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 10 വരുമ്പോൾ ടെക്നോളജി ആൻഡ് R&D. ദെൻ യൂണിറ്റ് 11 നോളജ് മാനേജ്മെന്റും ഫൈനലി യൂണിറ്റ് 12 ഇന്നോവേഷൻ. അപ്പം ആ ഒരു പേപ്പറിന്റെ ഡീറ്റെയിൽസ് അത്രയാണ്. ഇനി നമുക്ക് ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞൊരു കോഴ്സാണുള്ളത്. അപ്പൊ അതിന്റെ ബ്ലോക്സിന്റെ പേരുകളൊന്ന് നമുക്ക് നോക്കാം. ഓൺടർപ്രണർഷിപ്പ് ഇൻ ഓവർവ്യൂ ഉണ്ട്, ദെൻ ഓൺടർപ്രണർഷിപ്പ് ഇൻ ഇന്ത്യ, എസ്റ്റാബ്ലിഷിംഗ് എ ന്യൂ എന്റർപ്രൈസ്, സ്പെഷ്യൽ ഇഷ്യൂസ്. അപ്പൊ നമുക്ക് അതിന്റെ എന്താ പറയുക യൂണിറ്റ്സ് ഒന്ന് നോക്കിക്കളയാം. യൂണിറ്റ്സ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ഓൺടർപ്രണർഷിപ്പ് ആണ്. യൂണിറ്റ് 2 എന്ന് പറയുന്നത് ഓൺടർപ്രണറിയൽ കോമ്പിറ്റൻസീസ് ആണ്. യൂണിറ്റ് 3 ഡയമെൻഷൻസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് ആണ്. ഓക്കെ, ഇനി ബ്ലോക്ക് 2ന്റെ കേസ് പറയുമ്പോൾ യൂണിറ്റ് 4 നമുക്ക് വരുന്നുണ്ട് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഗവൺമെന്റ് പോളിസീസ്. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് പോളിസീസും കാര്യങ്ങളുമാണ് ആ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുക. ദെൻ യൂണിറ്റ് 5 ഓൺടർപ്രണർഷിപ്പ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ് മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ബ്ലോക്ക് 3 കുറച്ചുകൂടി, അതായത് കുറച്ചധികം യൂണിറ്റ്സ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. യൂണിറ്റ് 6 ഐഡന്റിഫിക്കേഷൻ ഓഫ് എ ബിസിനസ് ഐഡിയ ഓർ ഓപ്പർച്യൂണിറ്റി, അതായത് ഒരു ന്യൂ എന്റർപ്രൈസ് സെറ്റ് ചെയ്യുന്നതിന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഓരോ ലെസൺസ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ബിസിനസ് ഐഡിയ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ യൂണിറ്റ് 7 ഫിനാൻസിങ് ആൻഡ് എന്റർപ്രൈസ് ആണ്. യൂണിറ്റ് 8 വരുമ്പോൾ ഇവാലുവേറ്റിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് ബിസിനസ് പ്ലാൻ. യൂണിറ്റ് 9 ആണെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ദ ബിസിനസ് പ്ലാൻ. യൂണിറ്റ് 10 മാനേജിംഗ് ദി എന്റർപ്രൈസ്. അപ്പൊ ഓരോ സ്റ്റേജസും ആണ് നമ്മൾ ഓരോ യൂണിറ്റ്സിലും കവർ ചെയ്തു പോകുന്നത്. ദെൻ ബ്ലോക്ക് 4 വരുമ്പോൾ സ്പെഷ്യൽ ഇഷ്യൂസ് ആണ്. ഇതിൽ യൂണിറ്റ് 11 ആയിട്ട് സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് ഉണ്ട്, യൂണിറ്റ് 12 റൂറൽ ഓൺടർപ്രണർഷിപ്പ് ആണ്, യൂണിറ്റ് 13 എത്തിക്കൽ ഓൺടർപ്രണർഷിപ്പ് ആണ്, ദെൻ യൂണിറ്റ് 14 കൾച്ചറൽ ഗവേണൻസ് ആൻഡ് ഫാമിലി ബിസിനസ്. ഓക്കെ, അപ്പൊ ഇത്രയും ഏരിയാസ് ആണ് ഈ ഒരു പേപ്പറിൽ വരുന്നത്. പിന്നെ വരുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത് MMPC 019 ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. അഗെയിൻ നമുക്ക് ബ്ലോക്സ് കാണാം. ബ്ലോക്ക് 1 TQM ആൻഡ് ഓവർവ്യൂ ആണ്. അതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 2 ക്വാളിറ്റി മാനേജ്മെന്റ് ലീഡിംഗ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞ ഏരിയ ആണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് TQM. ഓക്കെ, ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ സ്ട്രാറ്റജിക് പെർസ്പെക്ടീവ്സിൽ യൂണിറ്റ് 4 ആയിട്ട് എക്കണോമിക്സ് ഓഫ് ക്വാളിറ്റി, അതേപോലെ തന്നെ യൂണിറ്റ് 5 TQM ആൻഡ് ബിസിനസ് സ്ട്രാറ്റജി. യൂണിറ്റ് 6 വരുമ്പോൾ ക്വാളിറ്റി സെന്റേർഡ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണെന്നാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് 3 ആക്ച്വലി ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആണ് മെയിൻ ഏരിയ എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് യൂണിറ്റ് 7 ഒരു ടൂളായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 8 ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് TQM എന്ന് പറഞ്ഞൊരു ഏരിയ ആണ് പഠിക്കാനുള്ളത്. ഇനി ബ്ലോക്ക് 4ഉം 5ഉം കൂടി ഒന്ന് കവർ ചെയ്യാം. ബ്ലോക്ക് 4 വരുമ്പോൾ ഓർഗനൈസേഷൻ ആൻഡ് ലീഡർഷിപ്പ് ആണ്. അതിൽ യൂണിറ്റ് 9 ആയിട്ട് ഓർഗനൈസേഷൻ ഫോർ ക്വാളിറ്റി, യൂണിറ്റ് 10 ആയിട്ട് ക്വാളിറ്റി കൾച്ചർ ആൻഡ് ലീഡർഷിപ്പ് ആണ് നോക്കാനുള്ളത്. ദെൻ ഈ ഒരു കോഴ്സിലെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് ബ്ലോക്ക് നമ്പർ 5 സിസ്റ്റംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. ISO 9000 ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ യൂണിറ്റ് 12 ISO 14000 എൻവയോൺമെന്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഇനി ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റംസ്. ഇനി അതല്ലാത്ത അതർ സ്റ്റാൻഡേർഡ്സ് ഒക്കെ യൂണിറ്റ് 13 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ യൂണിറ്റ് 14 വരുമ്പോൾ മാനേജ്മെന്റ് സിസ്റ്റംസ് ഫോർ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. അതേപോലെ യൂണിറ്റ് 15 ക്വാളിറ്റി ഓഡിറ്റിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി റിമൈനിങ് ആയിട്ടുള്ള ഏരിയാസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാണി മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു യു മാം. ഗുഡ് ഈവനിങ്. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ബാക്കിയുള്ള സബ്ജക്റ്റ് ആണ്. ലാസ്റ്റ് കോർ പേപ്പർ ആണ്
4th സെമ്മിലെ പേപ്പറാണ് MMPC 20 എന്ന് പറയുന്നത് ബിസിനസ് എത്തിക്സ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എത്തിക്സിന്റെ ബേസ് എല്ലാം നമുക്ക് ഉള്ളതാണ്. നമ്മൾ പഠിച്ച് ഇപ്പം നമ്മൾ സ്ട്രാറ്റജിയിലും ഒക്കെ പഠിക്കുന്ന പേപ്പറുകൾ തന്നെയാണ് എത്തിക്സിലും പഠിക്കുന്നത്. എത്തിക്സിൽ നമുക്ക് 4 ബ്ലോക്കാണുള്ളത്. ബ്ലോക്ക് 1 എത്തിക്സ് ആൻഡ് ബിസിനസ്, അതേപോലെ ബ്ലോക്ക് 2 എവല്യൂഷൻ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് CSR, ബ്ലോക്ക് 3 കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ, ദെൻ ബ്ലോക്ക് 4 CSR ഇംപ്ലിമെന്റേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. അതിൽ ബ്ലോക്ക് 1 നമുക്ക് 4 യൂണിറ്റ് ആണുള്ളത്. 4 യൂണിറ്റിൽ ഫസ്റ്റ് നമ്മൾ എത്തിക്സിന്റെ ഓവർവ്യൂ, ബിസിനസ് എത്തിക്സിന്റെ ഓവർവ്യൂവും അതിന്റെ തിയറിയും കാര്യങ്ങളാണ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ കവർ ചെയ്തതാണ് ഈ ബ്ലോക്ക് 1 ചാപ്റ്റേഴ്സ് ഫുള്ള്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 എത്തിക്സ് എന്താ, ബിസിനസ് എത്തിക്സ് എന്താണ് ഓവർവ്യൂ. യൂണിറ്റ് 2 കോൺസെപ്റ്റ് ആൻഡ് തിയറീസ് ഓഫ് ബിസിനസ് എത്തിക്സ്. യൂണിറ്റ് 3 എത്തിക്കൽ ഡിലേമാസ്. ദെൻ യൂണിറ്റ് 4 എത്തിക്സ് ഇൻ ബിസിനസ്. ബ്ലോക്ക് 2 എവല്യൂഷൻ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഡിഗ്രി തൊട്ടേ ഒരു കൊമേഴ്സ് ബേസ് ഉള്ള സ്റ്റുഡൻസ് പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ സ്ട്രാറ്റജിയിലും ഇത് പഠിച്ചതാണ്, അതേപോലെ തന്നെ എൻവിറോൺമെന്റിൽ പഠിച്ചതാണ്. ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ നോക്കുന്നത് CSR ഓവർവ്യൂ ആണ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 3 നമ്മൾ പഠിക്കുന്നത് എഗെയിൻ റിപ്പീറ്റഡ് ആണ്, ഇന്ത്യൻ ബേസ്ഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ. ഇതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ബ്ലോക്ക് 3 വളരെ ഇമ്പോർട്ടന്റ് ആണ് CSRൽ. പിന്നെ കുറച്ച് കൺഫ്യൂഷൻസ് ഉള്ളതും അതേപോലെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചോദിച്ചു വരുന്നതാണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. ബ്ലോക്ക് 4 CSR ഇംപ്ലിമെന്റേഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന പേപ്പറിൽ, കോർ പേപ്പറിൽ വെച്ചിട്ട് നമുക്കൊരു എന്താണ് പ്രസന്റ് സിനാരിയോ ബേസ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഈ ഒരു സബ്ജക്റ്റ് ആണ്, CSRനെ ബേസ് ചെയ്തിട്ടാണ്. CSRൽ നമുക്ക് 4 ബ്ലോക്കാണ്. ഫസ്റ്റിൽ ഓവർവ്യൂ, സെക്കൻഡിൽ നമുക്ക് എത്തിക്സിന്റെ ബ്ലോക്കിനകത്ത് ഫസ്റ്റ് നമ്മൾ എത്തിക്സ് എന്താന്ന് പഠിക്കുന്നു, സെക്കൻഡ് ബ്ലോക്കിൽ CSR, തേർഡും ഫോർത്തും CSRന്റെ ഇംപ്ലിമെന്റേഷനും അതേപോലെ തന്നെ ഇന്ത്യൻ ബേസ്ഡ് CSRും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇത്രയാണ് നമ്മുടെ കോർ പേപ്പർ, 4th സെമ്മിലെ കോർ പേപ്പർ ആണ്. അപ്പൊ നമുക്ക് തേർഡും ഫോർത്തും നമുക്ക് വരുന്ന കോർ പേപ്പർ എന്ന് പറയുന്നത് 15 to 20 വരെയാണ്. MMPC 15, 16, അതേപോലെ 17, 18, 19, 20 ഇത്രയാണ് നമ്മളുടെ സെക്കൻഡ് ഇയറിലെ കോർ പേപ്പർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതെല്ലാം ഇലക്റ്റീവ് പേപ്പറുകളാണ്. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്റ്റീവുകൾ എന്ന് പറയുന്നത് MBA HRM, അതേപോലെ MBA ഫിനാൻസ്, MBA മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ് ആൻഡ് ഹെൽത്ത് കെയർ. ഇത്രയും സ്പെഷ്യലൈസേഷൻ, 5 സ്പെഷ്യലൈസേഷൻ ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സിന്റെ നമ്മൾ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അതിൽ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് നോക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമുക്ക് തേർഡ് സെമ്മിൽ കമ്പൽസറി പേപ്പേഴ്സ് ആണ് വരുന്നത്. തേർഡ് സെമ്മിൽ നമുക്ക് അങ്ങനെ ഇലക്റ്റീവോ കാര്യം വെച്ചാൽ ഇലക്റ്റീവ് ഓപ്ഷൻസ്, സെലക്റ്റീവ് ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. MMPF 001 വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, MMPF 002 ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ MMPF 003 മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം, MMPF 006 മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സർവീസ്. ഇത്രയും നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിച്ചേ ഒക്കത്തുള്ളൂ. 2 കോർ പേപ്പർ, ഒരു പ്രൊജക്ട്. MMPC 15ഉം 16ഉം കഴിഞ്ഞ് പ്രൊജക്റ്റും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്ന പേപ്പറാണ് ഈ 4 ഇലക്റ്റീവ് എന്ന് പറയുന്നത്. ഇതിലെ 2 എണ്ണം ക്യാപിറ്റൽ, നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും നമുക്ക് പ്രോബ്ലം പേപ്പറാണ്. മാനേജ്മെന്റ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് പ്രോബ്ലം അങ്ങനെ ചോദിക്കാറില്ല, കമ്പൽസറി പ്രോബ്ലം ചോദിക്കാറില്ല. പക്ഷേ MMPC 15 എന്ന് പറയുന്ന റിസർച്ച് മെത്തഡോളജിയിൽ കമ്പൽസറി പ്രോബ്ലം ആണ് ചോദിക്കുന്നത്. പക്ഷേ ഫിനാൻസിന്റെ ഇലക്റ്റീവ് പേപ്പർ ആയിട്ടുള്ള ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റലിലും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിലും നമുക്ക് കമ്പൽസറി പ്രോബ്ലം ചോദിക്കാറില്ല. പക്ഷെ തിയറി നല്ല രീതിയിൽ ചോദിച്ചു വരുന്നുണ്ട്. ഒരു 80% തിയറി ചോദിക്കുന്നുണ്ട്. ബാക്കി ഓപ്ഷണൽ ആണ്, തിയറി അല്ലെങ്കിൽ പ്രോബ്ലം നമുക്ക് എഴുതാം. പിന്നെ മാനേജ്മെന്റ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി തിയറി പേപ്പറാണ്. അതേപോലെ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സർവീസും തിയറി പേപ്പറാണ്. പിന്നീടുള്ളത് MMPF 004 ആണ്. 004, 5, 11, 7. ഇത് നമുക്കിതിൽ സെക്യൂരിറ്റി അനാലിസിസ് ആൻഡ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകാനുണ്ട്. ഷെയർസും അതിന്റെ റിസ്കും കാൽക്കുലേഷനും ഒക്കെ വരുന്ന ഒരു പേപ്പറാണ് സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുന്നത്, പ്രോബ്ലം പേപ്പറാണ്. പിന്നെ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തിയറി പേപ്പറാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഓൾറെഡി നമ്മൾ പഠിക്കുന്നതാണ്. MMPP 0040 എന്ന് പറയുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ഒരു അഡ്വാൻസ് ഇന്റർനാഷണൽ ലെവലിൽ പഠിച്ചു പോകുന്നതാണ്. പിന്നെ മാനേജ്മെന്റ് ഓഫ് ഇൻഷുറൻസ് സർവീസ്, ഇക്വിറ്റി മാർക്കറ്റ്. ഇവിടെ വരുന്ന പ്രത്യേകത എന്ന് പറയുന്നത് MBA അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് MBA എന്ന് മാത്രം എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ തന്നിരിക്കുന്ന, ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന 4 ഇലക്റ്റീവിൽ 3 എണ്ണം അവർ സെലക്ട് ചെയ്താൽ മതിയായിരിക്കും. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് MBA എന്ന് മാത്രം പറഞ്ഞു ജനറൽ MBA എടുത്ത സ്റ്റുഡൻസ് ആണ് എങ്കിൽ അവർക്ക് ഈ തന്നിരിക്കുന്ന 4th സെമസ്റ്ററിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന 4 ഇലക്റ്റീവ് പേപ്പറിൽ ഏതെങ്കിലും 3 എണ്ണം പഠിച്ചാൽ മതി. കാരണം അവർക്ക് 4 കോർ പേപ്പർ കമ്പൽസറി ആണ്.
4 കോർ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വരുന്ന 17, 18 MMPC 17, 18, 19, 20 കമ്പൽസറിയും ഈ ഇലക്റ്റീവുകളിൽ ഏതെങ്കിലും 3 അവർ പഠിച്ചാൽ മതിയാവും. നേരെ തിരിച്ച് അഡ്മിഷൻ എടുത്തപ്പോൾ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് MBA FM എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഏതെങ്കിലും 3 കോർ പേപ്പറും അതേപോലെ ഈ 4 ആയിരിക്കും. ഈ MBA FM എന്ന് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് സെലക്റ്റീവ് ഓപ്ഷൻസ് ഒന്നുമില്ല. അവരുടേത് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റ് ഫുൾ അവിടെ വന്നിട്ടുണ്ടായിരിക്കും, പേയ്മെന്റ് ചെയ്താൽ മാത്രം മതി. MBA ജനറൽ എടുത്തവർക്ക് മാത്രമാണ് സെലക്റ്റീവ് ഓപ്ഷൻസ് വരുന്നത്. ഈ 4 ഇലക്റ്റീവിൽ ഏതെങ്കിലും 3 പഠിച്ചാൽ മതിയാവും. അതേപോലെ തന്നെയാണ് മാർക്കറ്റിംഗിലെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പറാണ്, എളുപ്പമാണ് പഠിക്കാൻ, മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന MBAയിലെ ഏറ്റവും നല്ല ഒരു ഇലക്റ്റീവ് ഓപ്ഷൻ അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് തന്നെയാണ്. MMPM 001, MMPM 002, 003, 005 ഇത്രയാണ് നമുക്ക് തേർഡ് സെമ്മിൽ വരുന്ന ഇലക്റ്റീവ്. കമ്പൽസറി ആണ്. ഈ 4 ഇലക്റ്റീവ് നമുക്ക് പഠിക്കണം. അതിൽ കസ്റ്റമർ ബിഹേവിയർ, സെയിൽസ് മാനേജ്മെന്റ്, പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് ഓഫ് സർവീസസ്. ഇത് ഇത്രയും എളുപ്പവുമാണ് പഠിക്കാൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ചു വരുന്നത്. നേരെ തിരിച്ച് ഫോർത്ത് സെമ്മിലേക്ക് വരുമ്പോൾ ഇലക്റ്റീവ് ഓപ്ഷൻസിൽ കൂടുതലാണ്. നോക്കിയാൽ മതി, എല്ലായിടത്തും സ്പെഷ്യലൈസേഷനകത്ത് 4 വരുമ്പോൾ മാർക്കറ്റിങ്ങിനകത്ത് നമുക്ക് 5 ഓപ്ഷൻസ് ആണ് വരുന്നത്. അത് ഒന്ന് ഈ റൂറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് റീസെന്റ് ആയിട്ട് വന്നതുമാണ്, ബാക്കിയെല്ലാം നേരത്തെ തന്നെ ഉള്ളതാണ്. അപ്പോൾ MBA എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ഫോർത്ത് സെമസ്റ്ററിൽ MMPM 004, 006, 007, 9 and 008 എന്ന് പറഞ്ഞ 5 സബ്ജക്റ്റിലെ ഏതെങ്കിലും 3 എടുത്താൽ മതി MBA എന്നെടുത്തവരാണെങ്കിൽ. അതല്ലാതെ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ MBA MM മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എടുത്ത സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ഒന്നുമില്ല. അവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഈ 4 ഇലക്റ്റീവിൽ നിന്നും 5 ഇലക്റ്റീവിൽ നിന്നും 4 ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരെണ്ണം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കൂടുതലും സ്റ്റുഡൻസ് റൂറൽ മാർക്കറ്റിംഗ് എടുക്കാറില്ല, കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ വീഡിയോസോ ഒക്കെ കുറച്ച് അവൈലബിലിറ്റി കുറവായതുകൊണ്ട് ബാക്കി MMPM 004, 6, 7, 9 ആണ് കൂടുതലായിട്ടും എടുത്ത് കാണുന്നത്. അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലോട്ട് വരുമ്പോൾ തിയറി പേപ്പർ ആണ് എല്ലാവരും വിചാരിക്കും ജയിക്കാൻ എളുപ്പമാണ് എന്നുള്ളത്. പക്ഷെ പഠിച്ചെഴുതാൻ പറ്റുന്നതാണ്. പക്ഷെ റീസെന്റ് ആയിട്ട് വരുന്ന ഇത് അനുസരിച്ച് നോക്കുമ്പോൾ MMPH 004 ഇൻഡസ്ട്രിയൽ ആൻഡ് എംപ്ലോയി റിലേഷൻ IR എന്ന് പറയുന്ന പേപ്പറിൽ മാർക്കിന്റെ സിസ്റ്റം അനുസരിച്ച് നോക്കുമ്പോൾ കുറവാണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ ഒരു ചലഞ്ചിങ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ച പേപ്പറുകൾ തന്നെയാണ്. MMPC 11 ആയിട്ട് പഠിച്ചിട്ടുള്ള OB അതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് MMPH 001 പഠിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് ഓൾറെഡി പഠിച്ചതാണ്. ഹ്യൂമൻ റിസോഴ്സ് HRD നമ്മൾ ഹ്യൂമൻ റിസോഴ്സിൽ കവർ ചെയ്ത പോർഷൻസ് ആണ്. പിന്നെ ബിസിനസ് ലോയിൽ IR കാര്യങ്ങളൊക്കെ കുറച്ച് ക്ലിയർ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. പിന്നെ MMPH 007 കോമ്പൻസേഷൻ അത് നമ്മൾ HR ഒരു ബ്ലോക്കായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ തേർഡ് സെമസ്റ്ററിൽ പഠിക്കുന്ന HR സ്പെഷ്യലൈസേഷൻ ആണെങ്കിൽ പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഒന്നും പഠിക്കാനില്ല. പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നു എന്നേ ഉള്ളൂ. നേരെ തിരിച്ച് നമ്മൾ ഫോർത്ത് സെമസ്റ്ററിലോട്ട് വരുമ്പോൾ 4 ഇലക്റ്റീവുകളാണ് വരുന്നത്. അതിൽ MMPH 6 ആണ്, ഓർഗനൈസേഷൻ ഡൈനാമിക്സ് ആണ് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സബ്ജക്റ്റ്. ബാക്കിയെല്ലാം ബേസ് ഉള്ളതാണ്, ഓൾറെഡി കവർ ചെയ്ത പേപ്പറുകൾ തന്നെയാണ് ഈ ഫോർത്ത് സെമസ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഫസ്റ്റ് സെമ്മിലെ MBAയിൽ നമ്മൾ MMPH 002 എന്ന് പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ അവിടെ ഓരോ യൂണിറ്റ് അല്ലെങ്കിൽ ബ്ലോക്കായിട്ട് പഠിച്ച കാര്യങ്ങൾ ഇവിടെ ഓരോ സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ MBA എന്ന് മാത്രം അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ്, ജനറൽ MBA എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ഫോർത്ത് സെമസ്റ്ററിൽ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന 4 സബ്ജക്റ്റിലെ ഏതെങ്കിലും 3 പഠിച്ചാൽ മതിയാവും. ഇലക്റ്റീവ് എടുത്ത് വന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് സെലക്റ്റീവ് ഓപ്ഷൻസ് ഒന്നുമില്ല, അവർ ജസ്റ്റ് പേയ്മെന്റ് എടുത്ത് പോയാൽ മതി. സബ്ജക്റ്റ് എല്ലാം അവർക്ക് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അടുത്തത് ഓപ്പറേഷൻസ് ആണ്. ഓപ്പറേഷൻസിൽ വരുമ്പോഴും MMPO 001 റിസർച്ച്, ഓപ്പറേഷണൽ റിസർച്ച് അതൊരു പ്രോബ്ലം പേപ്പറാണ്. അസൈൻമെന്റ്, ട്രാൻസ്പോർട്ടേഷന്, സിമ്പിൾ സ്റ്റേബിൾ ഒക്കെ വരുന്ന ഒരു പ്രോബ്ലം പേപ്പർ ആണ് OR എന്ന് പറയുന്നത്. അതൊഴിച്ചാൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റിലെ ബാക്കി പേപ്പറുകളെല്ലാം കംപ്ലീറ്റ്ലി തിയറി ഫോക്കസ്ഡ് ആണ്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ MMPC 00
നയനിൽ പഠിക്കുന്ന മെറ്റീരിയൽ മാനേജ്മെന്റിനകത്ത് പഠിക്കുന്ന ബ്ലോക്ക് വൈസ് ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പഠിച്ചു പോകുന്നേ ഉള്ളൂ. തേർഡ് സെമസ്റ്ററിൽ വരുമ്പോഴത്തേക്ക് ഈ തന്നിരിക്കുന്ന 4 കൂടുതലും MBA ഓപ്പറേഷൻസ് എടുക്കുന്നവർ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ OM എടുത്ത് വന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. റീ രജിസ്ട്രേഷന്റെ ഫോമിനകത്ത് തന്നിരിക്കുന്ന സബ്ജക്ട് സെലക്ട് ചെയ്യാനൊന്നുമില്ല, പേയ്മെന്റ് ചെയ്തങ്ങ് പോയാൽ മതി. അതിൽ MMPO 1 എന്ന് പറഞ്ഞ ഓപ്പറേഷൻസ് റിസർച്ച് മാത്രമേ വിളിച്ചിട്ട് പ്രയാസമുള്ളത്. പ്രൊജക്ട് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഒക്കെ നല്ല പേപ്പറുകളാണ്, തിയറിയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നതാണ്. മെറ്റീരിയൽ മാനേജ്മെന്റ് ഓൾറെഡി പഠിച്ചതാണ്. MMPC 009ന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു പോകുന്നത്. നേരത്തെ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ OM ഓപ്പറേഷൻസ് മാനേജ്മെന്റും പ്രോജക്ട് മാനേജ്മെന്റും ഏകദേശം സിമിലർ തന്നെയാണ്. പിന്നെ നമ്മൾ MMPC 008 മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതിന്റെ ഡീറ്റെയിൽ വേർഷൻ ആണ് MMPO 004 എന്ന് പറയുന്നത്. അപ്പം ഇതും നമുക്ക് ബേസ് ഉള്ള സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ തേർഡ് സെമിസ്റ്ററിന്റെ അല്ലെങ്കിൽ തേർഡ് സെമ്മിൽ പഠിക്കുന്നതിന്റെ ഡീറ്റെയിൽഡ് വേർഷൻ തന്നെയാണ് ഫോർത്ത് സെമ്മിലും പഠിച്ചു പോകുന്നത്. പിന്നീടുള്ളതാണ് നമ്മുടെ അടുത്ത സ്പെഷ്യലൈസേഷൻ ഏരിയ എന്ന് പറഞ്ഞ ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് കെയർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ബാക്കിയുള്ള ഇലക്റ്റീവുകളുടെ കൂട്ടേ അല്ല. അവർക്ക് കോർ പേപ്പറോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന കോർ പേപ്പറോ കാര്യങ്ങളോ ഇവർക്ക് വരുന്നില്ല. ഇവിടെ വരുന്നത് ഹോസ്പിറ്റൽ പ്ലാനിങ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ നോക്കുക, അതിന്റെ എല്ലാം ക്രെഡിറ്റ് വാല്യൂ നോക്കിക്കോളുക. എല്ലായിടത്തും എല്ലാ MBA കോഴ്സിനും ഉള്ള പോലെ തന്നെ 4 ക്രെഡിറ്റ് തന്നെയാണ്. പിന്നെ അതേപോലെ ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസിസ് സർവീസസ്, സപ്പോർട്ട് ആൻഡ് യൂട്ടിലിറ്റി, ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം ആൻഡ് ഓവർവ്യൂ, ഇതൊക്കെയാണ് ഇവിടെ വരുന്ന നമ്മുടെ സബ്ജക്റ്റ്. അതിനകത്ത് പ്രോജക്റ്റും അതേപോലെ പ്രാക്ടീസും വരുന്നുണ്ട്. ഇന്റേൺഷിപ്പ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്റേൺഷിപ്പിനകത്ത് നമുക്ക് വൈവയും കാര്യങ്ങളും ഒക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പ്രൊജക്റ്റ് ഉണ്ട്, സാധാ പ്രൊജക്റ്റ് പോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എവിടെ പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ള ലിസ്റ്റ് എല്ലാം അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സെമസ്റ്റർ 4 വരുന്നതും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 5 പേപ്പർ, മറ്റേടത്ത് നമുക്ക് 4 പേപ്പറും 1 പ്രൊജക്റ്റും ഇന്റേൺഷിപ്പും ആണെങ്കിൽ ഇവിടെ നമ്മൾക്ക് 5ഉം പഠിക്കാനുള്ള പേപ്പറുകളാണ്. പ്രൊജക്റ്റോ ഇന്റേൺഷിപ്പോ ഒന്നും തന്നെ വരുന്നില്ല. ക്രെഡിറ്റ് വാല്യൂ നോക്കുക, 4 ക്രെഡിറ്റ് ആണ്. പഠിച്ച് പരീക്ഷ എഴുതേണ്ട പേപ്പറാണ്. ഹെൽത്ത് എക്കണോമിക്സ് എന്നും ഓപ്പറേഷൻ മാനേജ്മെന്റ് ഇൻ ഹെൽത്ത് കെയർ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ലീഗൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഇമേർജിംഗ് ഇഷ്യൂസ് ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. ഇത്രയാണ് നമ്മുടെ സബ്ജക്റ്റ് വരുന്നത്. അതിലെ തേർഡ് സെമസ്റ്ററിൽ നമുക്ക് ഇച്ചിരി ചലഞ്ചിങ് ആണ്. 4 കോർ പേപ്പർ, 4 സബ്ജക്റ്റും അതേപോലെ തന്നെ നമുക്ക് ഒരു പ്രൊജക്റ്റും അതേപോലെ ഇന്റേൺഷിപ്പ് പ്രാക്ടീസ് ചെയ്ത് ചെയ്യേണ്ട ഇന്റേൺഷിപ്പ് നമുക്ക് അവിടെ വരുന്നുണ്ട്. അടുത്തത് അസൈൻമെന്റിന്റെ കാര്യമാണ്. ഓൾറെഡി നമുക്കറിയാം, നമുക്ക് അസൈൻമെന്റ്സ് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ആണ്. നമ്മളത് ഹാൻഡ് റിട്ടേൺ ആയിട്ട് എഴുതി സ്റ്റഡി സെന്ററിൽ സബ്മിറ്റ് ചെയ്യുക. ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എടുത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ പൊതുവെ സ്റ്റുഡൻസിനെല്ലാം റീജിയണൽ സെന്റർ തന്നെയാണ്, സ്റ്റഡി സെന്റേഴ്സ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ റീജിയണൽ സെന്ററിലാണ് നമ്മൾ കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ചില Jan 25 വന്നിട്ടുള്ള സ്റ്റുഡൻസിന്റെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഇപ്പം കോഴിക്കോട് റീജിയണൽ സെന്ററിന്റെ അണ്ടറിലുള്ള സ്റ്റുഡൻസിനോട് JDT വെക്കാൻ പറഞ്ഞ് മെയിൽ ചെന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു മെയിൽ റീജിയണൽ സെന്ററിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ JDT വെച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീജിയണൽ സെന്ററിൽ തന്നെയാണ് നിങ്ങളുടെ അസൈൻമെന്റ് വെക്കേണ്ടത്. അസൈൻമെന്റ്സ് വെക്കുമ്പം അതിന്റെ ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റ് മസ്റ്റായിട്ടും കൈപ്പറ്റുക. പിന്നെ അതേപോലെ തന്നെ അസൈൻമെന്റിന്റെ പാസ് മാർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ 40% ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് അസൈൻമെന്റ്സിന് നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് കണ്ടുവരുന്നതാണ്, ഇൻ കേസ് അസൈൻമെന്റ് നിങ്ങൾക്ക് C ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് റീ അറ്റംപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈമിലേക്ക് അതേ അസൈൻമെന്റ് ഒന്നുകൂടെ നല്ല രീതിയിൽ എഴുതി AO BO വാങ്ങിക്കുക. കാരണം MBA സ്റ്റുഡൻസിന് അറിയാവുന്നതാണ്, അസൈൻമെന്റിന് AO BO കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടേം ആൻഡ് എക്സാമിനേഷന് നമ്മളൊരു മിനിമം പാസ്സായിട്ടുള്ള 40% ആണെങ്കിൽ നമുക്ക് ജയിച്ചു പോകാൻ സാധിക്കും. നമുക്ക് അസൈൻമെന്റിന് AO BO കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അസൈൻമെന്റ്സിന് Cയും ടേം ആൻഡ് എക്സാമിനേഷന് Dയും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫെയിൽ ആവും. അതുകൊണ്ട് ആ അസൈൻമെന്റ് പരീക്ഷ എഴുതുന്നതിനേക്കാൾ ഇച്ചിരി ഈസി അസൈൻമെന്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ടേം ആൻഡ് എക്സാമിനേഷൻ വർഷത്തിൽ 2 തവണയാണ്, ജൂണിലും ഡിസംബറിലുമായിട്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഡിസംബറിൽ വരാൻ പോകുന്നത് നമ്മുടെ തേർഡ് സെമസ്റ്റർ എക്സാം ആണ്. എക്സാമിനേഷന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. October 6 ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. പല സെന്റേഴ്സും ഫുൾ ആവുന്നുണ്ട്. നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയും വേഗം എക്സാമിന്റെ രജിസ്ട്രേഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. സെന്റർ അവൈലബിൾ
അവൈലബിലിറ്റി നോക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അസൈൻമെന്റ് വെക്കേണ്ടത് October 31 മുമ്പായിട്ടാണ്. അതേപോലെ എക്സാമിന്റെ രജിസ്ട്രേഷനും കംപ്ലീറ്റ് ചെയ്യുക. വർഷത്തിൽ 2 തവണയാണ്. കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം സീറ്റ് കിട്ടുന്ന കോളേജ് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സബ്ജക്റ്റിന് ജയിക്കാൻ വേണ്ട പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50% ആണ്. പക്ഷേ ഇൻ കേസ് അസൈൻമെന്റ്സിന് എയോ ബിയോ ഉണ്ടെങ്കിൽ 40% മതി നമുക്ക് ജയിക്കാനായിട്ട്. അടുത്തത് നമ്മുടെ ഫൈനൽ റിസൾട്ടിന്റെ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്കറിയാം അസൈൻമെന്റിന് നമുക്ക് എത്രയാണോ മാർക്ക് കിട്ടുന്നത് അതിന്റെ 30%ഉം ടേം ആൻഡ് എക്സാമിനേഷൻ എത്രയാണോ നമുക്ക് മാർക്ക് കിട്ടുന്നത് അതിന്റെ 70%ഉം എടുത്തിട്ടാണ് ഒരു സബ്ജക്റ്റിന്റെ അഗ്രിഗേറ്റ് സ്കോർ നമ്മൾ ഫിക്സ് ചെയ്യുന്നുണ്ടാവുക. പിന്നീടുള്ളത് മോഡേൺ ടൂൾസ് ഫോർ ആൻ എൻഹാൻസ്ഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ലേൺവൈസ് ഓഫർ ചെയ്യുന്ന എന്താണ് ലേണിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ലേൺവൈസിൽ ജോയിൻ ചെയ്ത ഫസ്റ്റ് ഇയറിൽ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ് തന്നെയാണ് ഇന്നിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് മാത്രമാണ് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തത്. ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. നമ്മുടെ ലേൺവൈസിലെല്ലാം റെക്കോർഡ് സെഷൻസും അതേപോലെ ലൈവ് വീഡിയോ സെഷൻസും ആണ് ഉള്ളത്. കൂടാതെ തന്നെ വാല്യൂ വാർഡ് നോട്ട് അല്ലെങ്കിൽ ഹെൽപ്പ് ബുക്കും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. വാല്യൂ വാർഡ് നോട്ട് എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഏതാണോ അത് നമ്മൾ 1 or 2 സെന്റൻസിൽ ബ്രീഫ് ഔട്ട് ചെയ്ത് തരുന്നതാണ് വാല്യൂ വാർഡ് നോട്ട് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഹെൽപ്പ് ബുക്ക് ആയിരിക്കും. അതും വാല്യൂ വാർഡ് നോട്ടിന്റെ ആസ്പെക്ട്സ് തന്നെയാണ്. പിന്നെ എക്സാം പീഡിയ നമുക്കറിയാം. എക്സാം പീഡിയ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആണ് വരുന്നത്. എക്സാം സ്പെഷ്യൽ ഗൈഡ് അത് തന്നെയാണ്. നമുക്കൊരു പരീക്ഷയുടെ ഒരു എക്സാം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്ന ടൈമിൽ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് ഈ എക്സാം പീഡിയയും എക്സാം സ്പെഷ്യൽ ഗൈഡും ആയിരിക്കും. പല കുട്ടികളും പറയാറുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ആൻസർ കിടക്കുന്നത് കൊണ്ട് പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളൊരു പരീക്ഷയ്ക്ക് 20 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ എഴുതേണ്ട രീതിയിൽ തന്നെയാണ് അത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആ രീതിയിൽ തന്നെ അത് എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നിങ്ങൾക്കറിയാം. ഈ കൂട്ടത്തിലുള്ള എല്ലാവരും അസൈൻമെന്റ്സ് സ്റ്റാർട്ട് ചെയ്തവരാണ്. അസൈൻമെന്റ് ഗൈഡ് ബുക്കും ലേൺവൈസ് നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് മോർ ടൂൾസ് ആൻഡ് സപ്പോർട്ട് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അൾട്ടിമേറ്റ് അറിയാം. PYQ ഇല്ലേ, പ്രീവൈക്യു നമ്മൾ കഴിഞ്ഞ ഒരു 4 പ്രാവശ്യത്തെ അല്ലെങ്കിൽ 6 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ വർഷത്തിൽ 2 എക്സാംസ് നടത്തുന്നു. അതിലെ ഒരു 4 പ്രാവശ്യത്തെ അല്ലെങ്കിൽ 6 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് നമ്മൾ PYQ പ്രിപ്പയർ ചെയ്യുന്നത്. കൂടാതെ തന്നെ നമ്മളൊരു മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും നിങ്ങളുടെ ഓരോ സെമിസ്റ്ററിലെയും ഏറ്റവും ടഫായിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്തിട്ടാണ് നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ കൂട്ടത്തിലുള്ള സ്റ്റുഡൻസ് പലരും മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. പിന്നെ ഇഗ്നൂവിൽ എക്സാം ഹെൽപ്പ് ഡെസ്ക് ഇപ്പൊ എക്സാം രജിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസ് ലേൺവൈസ് തരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് കോർഡിനേറ്റേഴ്സ് അവൈലബിൾ ആണ്. കൂടാതെ തന്നെ നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അറിയാം. ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഒരിക്കലും അതിനെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ MBA ആകുമ്പോൾ നമുക്ക് ലാംഗ്വേജ് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു PG കോഴ്സ് ചെയ്യുമ്പോഴെല്ലാം നമുക്കിത് ആവശ്യമാണ്. അപ്പൊ ലാംഗ്വേജിൽ നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ ഒരു ബേസിക് ലെവൽ തൊട്ട് അഡ്വാൻസ് ലെവൽ വരെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ലേൺവൈസ് കോംപ്ലിമെന്ററി ആയിട്ട് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്തവരുണ്ടാവാം കൂട്ടത്തിൽ. ഇപ്പം അതിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് അവൈലബിൾ ആണ്. ആവശ്യമുള്ള സ്റ്റുഡൻസ് സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് അത് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ കോ കരിക്കുലർ ഈവന്റ്സ് ആണ്. ഓണം, അതേപോലെ തന്നെ നമ്മളിപ്പം ഇൻഡിപെൻഡൻസ് ഡേ, ഇനിയിപ്പോൾ ഗാന്ധി ജയന്തി ഒക്കെ നമ്മൾ ഈവെന്റ്സ് എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോ കരിക്കുലർ ഈവെന്റ്സും ലേൺവൈസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കിൽ അതേപോലെ കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് വർക്ക്ഷോപ്സ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എഗെയിൻ ഒന്നുകൂടെ പറയുകയാണ്, നമ്മുടെ സിനോപ്സിസും അതേപോലെ തന്നെ നമ്മളുടെ അസൈൻമെന്റ്സും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്യുക. സിനോപ്സിസിന് അങ്ങനെ യൂണിവേഴ്സിറ്റി ഒരു ഡേറ്റ് പറഞ്ഞാലും ശരി, നമ്മൾക്ക് എന്ന് വേണമെങ്കിലും റീജിയണൽ സെന്ററിൽ കൊണ്ടുവെക്കാവുന്നതാണ്. ഈ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം 2 മാസം ആണ് 2 മാസം എടുക്കും അത് കറക്ഷൻ ചെയ്യാനായിട്ട്. അപ്പൊ അതുകൂടെ മനസ്സിൽ കണ്ടിട്ട് വേണം സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യാനായിട്ട്. നേരത്തെ തന്നെ സിനോപ്സിസ് സബ്മിറ്റ് ചെയ്യുക. അതിൽ ആരെങ്കിലും ഇച്ചിരി പുറകോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മെന്റേഴ്സിനെ കണക്ട് ചെയ്ത് അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.